നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കുറിച്ചാണ്. പലപ്പോഴായിട്ടും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാവണം ഈ മൂത്രത്തിൽ പഴുപ്പ് എന്നുള്ളത്. സാധാരണ മൂത്രം ഒഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ബേണിങ്, ഭയങ്കര പുകച്ചിലുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മൂത്രം പോവാതിരിക്കുക, പഴുപ്പ് വരിക, അടിവയറ് വേദന, ചില ആളുകൾക്ക് എപ്പോഴും മൂത്രം ഒഴിക്കണം എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ പലതരത്തിലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ വരുന്നത്. സ്ത്രീകളിലാണ് കുറച്ച് കൂടുതലായിട്ട് ഇതിന്റെ ബുദ്ധിമുട്ട് കാണാറുള്ളത്. ആദ്യം തന്നെ നമുക്ക് യൂറിനറി ട്രാക്റ്റിന്റെ ഘടനയെ കുറിച്ചൊന്ന് അറിയാം. അതായത് നമുക്ക് 2 കിഡ്നീസ് ഉണ്ട്. ഈ കിഡ്നീസ് യൂറിനറി ബ്ലാഡറുമായി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണക്ട് ചെയ്യുന്നത് യൂറീറ്റ് അല്ലെങ്കിൽ ഈ മൂത്രവാഹിനി വഴിയാണ്. അതായത് 2 ചെറിയ ട്യൂബ്, എന്നിട്ട് അത് നമ്മുടെ ബ്ലാഡറിലേക്ക് കണക്ട് ചെയ്യും. ബ്ലാഡർ പിന്നെ ഒരു യൂറീത്ര ഉണ്ടാവും. യൂറീത്ര എന്ന് പറയുമ്പോൾ മൂത്രനാളി, അതിൽ വഴി നമ്മുടെ മൂത്രം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഘടന. അപ്പോൾ കിഡ്നീസും യൂറീറ്ററും യൂറിനറി ബ്ലാഡർ അല്ലെങ്കിൽ മൂത്രസഞ്ചിയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ യൂറീത്ര വഴി, അതായത് നമ്മുടെ മൂത്രനാളിയിലൂടെ ബാക്ടീരിയ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ കിടന്ന് അത് ഉള്ളിലേക്ക് എത്തി അതവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാടാവും. അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ വരുന്നു. അത് ചിലപ്പോൾ നമ്മളെ ഈ ഒരു ബാക്ടീരിയ മുകളിലേക്ക് പോയി നമ്മുടെ കിഡ്നീസിനെയൊക്കെ ബാധിക്കും. അതിനെയാണ് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ലോവർ യൂറിനറി ട്രാക്റ്റിന് മാത്രമാണ് ബാധിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് നോക്കാം. അതായത് ഈ ഒരു നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങളും ഈ ഒരു ബുദ്ധിമുട്ട് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാവുന്നത്. മെയിൻ ആയിട്ടുള്ള റീസൺ എല്ലാവർക്കും അറിയാം, വെള്ളം കുടിക്കുന്നതിന്റെ അളവിൽ വരുന്ന കുറവാണ്. നമ്മുടെ ബോഡി വെയ്റ്റിന് വേണ്ടുന്ന വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് എത്താതെ വരുമ്പോൾ നമുക്ക് മൂത്രം കറക്റ്റായിട്ട് പോവില്ല. നമ്മുടെ ഉള്ളിലുള്ള ബാക്ടീരിയാസ് ഒക്കെ അവിടെ തന്നെ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് മൂത്രം പിടിച്ച് നിർത്തുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു റീസൺ അതാണ്. കാരണം നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു എന്തെങ്കിലും ഫംഗ്ഷന് പോവുകയാണെന്നുണ്ടെങ്കിലും രാവിലെ മുതൽ ഒരു ഉച്ചവരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ മൂത്രം പിടിച്ചു നിർത്തുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവരിൽ എന്താ സംഭവിക്കുന്നത്, ഈ ബാക്ടീരിയാസ് വന്നിട്ട് ആ മൂത്രം പിടിച്ചു നിർത്തുമ്പോൾ അവിടെ ഒരു കോളനി രൂപപ്പെടുകയാണ്. ബാക്ടീരിയൽ കോളനി ഉണ്ടാവും. അതായത് കുറേ ബാക്ടീരിയാസ് അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു റീസൺ ആണ് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ കുറവ്, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉള്ള ആളുകളിൽ, അതായത് കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് കാണാറുണ്ട്. കൂടുതൽ മധുരം കഴിക്കുന്ന ആളുകൾ, ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകളിൽ യൂറിനറി ഇൻഫെക്ഷൻ പെട്ടെന്ന് കാണാറുണ്ട്. പിന്നെ സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. സ്ത്രീകൾക്ക് മൂത്രനാളിയുടെ നീളം എന്ന് പറയുന്നത് വളരെ കുറവാണ്, പുരുഷന്മാരെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് മുകളിലേക്ക് കയറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളിൽ മലദ്വാരം, യോനിഭാഗം, ഈ മൂത്രനാളി എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ മലദ്വാരത്തിന്റെ ആ ഭാഗത്തു നിന്നുള്ള ബാക്ടീരിയാസ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക്, ഈ മൂത്രനാളിയിലേക്കും കയറാനുള്ള ചാൻസ് ഉണ്ട്. ഇതും സ്ത്രീകളിൽ കൂടുതലായിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് കാണാനുള്ള ഒരു കാരണമാകുന്നുണ്ട്. പിന്നെ നമുക്ക് ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ മെനോപോസ്, ആർത്തവവിരാമത്തിന്റെ സമയത്തും യൂറിനറി ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണാറുണ്ട്. ആർത്തവവിരാമത്തിന്റെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് വളരെ കുറഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ ആ ഭാഗത്തുള്ള കോശങ്ങളുടെയൊക്കെ ശക്തി കുറഞ്ഞു വരികയും നമുക്ക് പെട്ടെന്നൊരു ഇൻഫെക്ഷൻ വരാനുള്ള ഒരു ചാൻസും കൂടുതലാണ്. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ നമ്മൾ ഇടയ്ക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാറുണ്ട് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ. അപ്പോൾ നമ്മൾക്ക് പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവുന്ന ഒരു സമയമാണ് ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് വന്നിട്ട് മൂത്രാശയത്തിലും പല ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻസ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് സ്ത്രീകളിൽ കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അതുപോലെ പുരുഷന്മാരിലും യൂറിനറി ഇൻഫെക്ഷൻസ് കാണാറുണ്ട്. അത് ഇപ്പോൾ പ്രോസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ അതിന് ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള ആളുകളിലും യൂറിനറി ഇൻഫെക്ഷൻസ് പെട്ടെന്ന് കാണാറുണ്ട്. പിന്നെ വയസ്സായ ആളുകളിൽ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻസ് അവരുടെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു കൺഫ്യൂഷൻ പോലെ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കാളും കൂടുതൽ അവർക്ക് ഒരു കൺഫ്യൂഷൻസ് ആയിരിക്കും കൂടുതൽ കാണുന്നത്. അപ്പോൾ നമ്മൾ
തീർച്ചയായിട്ടും യൂറിൻ കൂടിയിട്ട് എക്സാമിൻ ചെയ്യിപ്പിക്കണം. അതുപോലെ കുട്ടികളിലും മൂത്രത്തിൽ പഴുപ്പ് കാണാറുണ്ട്. അവർക്ക് പൊതുവേ നമ്മൾ യൂറിൻ എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാറെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി കാരണമില്ലാതെ പെട്ടെന്ന് ഒരു ചുമയും കഫക്കെട്ടോ ജലദോഷം ഒന്നും ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് പനി വരിക, അങ്ങനെയുള്ള ടൈമിൽ എന്തായാലും യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. മൂത്രം ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു വേദന അല്ലെങ്കിൽ ഒരു കടച്ചിലൊക്കെയാണ് ഫീൽ ചെയ്യാറുള്ളത്. ചില ആളുകൾക്ക് പൊള്ളുന്ന പോലെ തോന്നാറുണ്ട് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ല് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ യൂറിനിൻ്റെ കളർ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് മുകളിലേക്കൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഇൻഫെക്ഷൻസ് മുകളിലേക്കൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഡാർക്ക് കളർ യൂറിനൊക്കെ കാണാറുണ്ട്. അതുപോലെ ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം ഈ യൂറിന് ഉണ്ടാവാറുണ്ട്. പിന്നെ ബ്ലാഡർ കംപ്ലീറ്റ് ആയിട്ട് എംപ്റ്റി ആയിട്ടില്ല അല്ലെങ്കിൽ ശൂന്യമായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നലുണ്ടാവും. മൂത്രം പോകുമ്പോൾ തന്നെ ഉറ്റിയായിട്ടാവും പോകുന്നത്. അങ്ങനെ ഓരോ തരത്തിലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാറുള്ളത്. അതേപോലെ ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള പനിയും കാണാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനി. ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ഉള്ളത്. പിന്നെ നമ്മൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. യൂറിൻ കൾച്ചർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിഡ്നി സ്റ്റോൺ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് USG ചെയ്യാവുന്നതാണ്. ഇത് റിക്കറൻ്റ് ആയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ UTI വരുന്നുണ്ടെങ്കിൽ, യൂറിനറി ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ പുരുഷന്മാരിൽ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രോസ്റ്റേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.